ഹലോ ഗൈസ്, വെൽക്കം. അപ്പം നമ്മൾ ഇന്ന് ഫ്രീ ആയിട്ട് 5 സ്റ്റാർ ഹോട്ടലിൽ പോവാണ്. ഫ്രീ 5 സ്റ്റാർ ഹോട്ടലിൽ സ്റ്റേ, ഹൈക്കിംഗ്, ഫുൾ പവർ. അപ്പം പുറത്തിറങ്ങി നടക്കുകയാണ്. ആൻ്റണി ബാഗ് തള്ളി. ഫ്രീ ട്രിപ്പാണ് 5 സ്റ്റാർ ഹോട്ടലിലേക്ക് അല്ലേ? എത്രേ ഉള്ളൂ. നമ്മളൊക്കെ റിച്ച് ആയതുകൊണ്ട് നമുക്ക് ഫ്രീ ട്രിപ്പൊക്കെ കിട്ടും. ഹോട്ടലുകാർ ഇങ്ങ് വിളിച്ചത് നമ്മളെ, അങ്ങ് വരണം, ഹോട്ടലിൽ 2 ദിവസം താമസിക്കണം, നിങ്ങളുടെ ഒരു പ്രസൻസ് അവിടെ ഉണ്ടാവണം. പിന്നെന്ത് ചെയ്യാൻ, പോകാമെന്ന് ഓർത്തു. 2 ദിവസം ലീവ് എടുത്തു. സെറ്റ്. അതെ, എന്നാ പോയി. ഇതെന്താ ഇരുട്ടാണോ? ഇന്ന് പോയി അടിച്ചു പൊളിച്ചിട്ട് വരണം. അങ്ങനെ ഒരു വണ്ടി ഇറങ്ങി, വണ്ടി ഇറങ്ങി, അടുത്ത വണ്ടി കയറാൻ പോവാണ്. താഴെ പോവല്ലേ, അവിടെ നിന്ന് സൈഡിലോട്ട് നീങ്ങി. ഓ, ചില്ലൊക്കെ എറിഞ്ഞ് പൊട്ടിച്ചിട്ടേക്കുന്നു. ഏതോ കണ്ടുപിടിയന്മാരുടെ പഞ്ചായത്ത് എന്തോ. മല, മലയുടെ മുകളിൽ കൊട്ടാരം കണ്ടോ? കാണാൻ പറ്റുന്നുണ്ടോയെന്ന് അറിയില്ല. അവിടെ ഒരു കൊട്ടാരമുണ്ട്. നമ്മളിങ്ങനെ വെയിലത്ത് നടന്ന് കുറേ ദൂരം നടക്കണം. അപ്പോൾ നമുക്ക് അടുത്ത ബസ് കിട്ടും. നമ്മളൊരു സൂപ്പർ വഴി കൂടെ പോണേ. ജർമ്മൻ ഔട്ട് ഓഫ് വാൻ. വണ്ടിയൊക്കെ പറന്ന് വരും. ബസ്സിലൊന്ന് ബോറടിച്ചു. ഞാനും ചെറുപ്പം ബസ് കളിക്കാൻ പോകണം ഗൈസ്. ബസ് അടിച്ചിട്ട് കാണാം ഗൈസ്. പൗസയാണ് ഇതൊക്കെ. ഡോറ് കണ്ടോ കേട്ടോ. അണ്ടർഗ്രൗണ്ടിൽ കൂടെ കയറി പോകണം. പെട്രോൾ പമ്പിൽ വണ്ടി നിർത്തിയിട്ടേക്കോ. 20 മിനിറ്റ്. ഇതാണ് ഞങ്ങൾ വന്ന ബസ്. അതാണ് ഡ്രൈവർ ഏട്ടൻ. പക്ഷെ അത് കാണിച്ചാൽ പ്രശ്നമാകുമെന്നറിയില്ല. സൂപ്പർ കാറ്, റാലി സൂപ്പർ അല്ലേ? പിന്നെ ഞാനുണ്ട്, ജെറോമുണ്ട്, ലൂ മണ്ടൻ. പെട്രോൾ പമ്പ് സ്റ്റോർ, പെട്രോൾ പമ്പിലെ കടയാണ്. പക്ഷെ ഇവിടെ എല്ലാത്തിനും ഒടുക്കത്തെ വിലയാണ് കഴിച്ച്. ഭയങ്കര ഓവർ പ്രൈസ്ഡാണ്. നോക്ക് കേട്ടോ, ലേസിൻ്റെ വില ഉണ്ടോ? 4 യൂറോ. ഷാജിപ്പാപ്പൻ്റെ വണ്ടിയുണ്ട്. ഷാജിപ്പാപ്പൻ്റെ വണ്ടിക്ക് 10 യൂറോ. ഷാജിപ്പാപ്പൻ്റെ വണ്ടിക്ക് 10 യൂറോ. BMW 10 യൂറോ.
ഡിഫൻഡറിന് 10 euro. അമേസിങ് ഗൈസ്, റിയലി അമേസിങ്. ഇവിടുന്ന് ഒന്നും മേടിക്കാൻ പറ്റില്ല, ഒടുക്കത്തെ വില. നമുക്ക് ജർമ്മൻ ബസ്സിൽ കയറാം. ഇതാണ് ഡോർ. ഡ്രൈവറായിട്ട് ഇരിക്കുന്ന സ്ഥലം. 1 2 3 4 5 6 7 8. അപ്പോൾ ദേ അടുത്ത ഡോർ അടിയിലോട്ടുള്ള. പിന്നെ ഇവിടെ നമ്മുടെ മലയാളി മുക്കാണ്. ടാനിച്ചേട്ടൻ, ആന്റണി ചേട്ടൻ, അജയ് ചേട്ടൻ, ജെറോം കുട്ടൻ, അമൃതേശ്വരി ആൻഡ് അശ്വിൻ. നമ്മളെല്ലാവരും കൂടെ ടൂർ പോവാണ്. ഇത് ബസ്സിൻ്റെ റൂഫ്. നമ്മുടെ കാറിന് മാത്രമല്ല റൂഫ്, ബസ്സിന് റൂഫുണ്ട്. പക്ഷെ നമ്മൾ തുറക്കാൻ പറ്റില്ല, അത് അവർ തന്നെ തുറന്നു തന്നെ. അത്ര ഉള്ളൂ. നോക്ക്, യഥാർത്ഥ വിൻഡ് മില്ലാണിത്. വിൻഡ് മില്ലിൻ്റെ വലുപ്പം കണ്ടോ? എന്താ സാധനം, കിടിലം വ്യൂ. ജാതി സാധനം. നോക്ക്, നമ്മളൊരു ജർമ്മൻ ഹൈവേ കൂടെ വണ്ടിയിൽ പൊയ്ക്കൊണ്ടിരിക്കുക. ഇനിയും 1.5 മണിക്കൂർ കൂടെ എടുക്കും എന്നാണ് തോന്നുന്നത് നമ്മുടെ ഹോട്ടലിലെത്താൻ. തൂക്ക് വഴി കൂടെ ഓടുന്ന ട്രെയിൻ. ഇതേൽ കയറി പോകാമെന്ന് തോന്നുന്നു. ഞങ്ങൾ പുറത്തിറങ്ങി ഈ സാധനത്തിൻ്റെ മണ്ടയ്ക്ക് വലിഞ്ഞിറങ്ങാൻ പോവാ. എന്തിൻ്റെ സൂക്കേടാണോ വെയിലത്ത്. ഇവിടെ കുരങ്ങന്മാരുണ്ടോ? വ്ളോഗ് ഇടണം. നന്നായിരിക്കും. കൊട്ടാരം പോലെ ഉണ്ട്. ഈ പണ്ട് യുദ്ധം നടക്കുന്നതിന് നമുക്ക് നടക്കാതിരിക്കാൻ വേണ്ടി വലിയ മതിൽ കെട്ടില്ലേ, ആ മതിൽ കെട്ടി വെച്ചേക്കണ പോലെ ഉണ്ട്. കൊള്ളാം. ഒരു വൗച്ചർ കിട്ടി. നമ്മുടെ മറ്റേ പ്രേതത്തിൻ്റെ ബസ് വന്നു. സുൽത്താൻ്റെ ഒളിപ്പോരെന്ന് പറഞ്ഞ കേട്ടിട്ടില്ലേ? ടിപ്പു സുൽത്താൻ്റെ ഒളിപ്പോര് നടന്ന സ്ഥലം ഇത്, ജർമ്മനിയിൽ. നമുക്ക് നമ്മളതിൻ്റെ മണ്ടയ്ക്ക് കയറണം. അതോടുകൂടി നമ്മളെ ഇടപാട് വരും. അതെ അതെ, അത് തന്നെ. അത് നമ്മുടെ അതെന്താണെന്നറിയോ, അത്
ഇത് എസ്കേപ്പ് പ്ലാനാ. അടി കിട്ടി തീരുമാനമായി കഴിഞ്ഞാൽ അതിലേക്കൂടെ നേരെ ചാടി ഈ തുളയ്ക്കാത്തട ഇറങ്ങി ഇതിലേ ഇറങ്ങി ഓടും. അതാണ് സംഭവം, മനസ്സിലായ? എനിക്ക് തോന്നുന്നത് ബാഹുബലി ഇവിടുന്നാണ് പന വളച്ച് മുകളിലോട്ട് ചാടി. കറക്റ്റ് സ്ഥലമാണ്. അതിപ്പോ പുള്ളി വളച്ച് കഴിഞ്ഞപ്പോ അത് പോയല്ലോ, ഒടിഞ്ഞല്ലോ. ഇനി അവിടെ പന വെക്കാൻ പറ്റില്ല. പിന്നെ ഇവിടുത്തെ കാലാവസ്ഥ അനുസരിച്ച് അവിടെ പന വളരില്ല എന്ന് പിന്നെയാണ് ബാഹുബലിക്ക് മനസ്സിലായത്. സിനിമയുടെ സമയത്ത് എങ്ങനെയോ സെറ്റ് ചെയ്തു. ഒരു സൂപ്പർ കയറ്റുണ്ട്. വലിയ കയറ്റില്ല, കുഴപ്പമില്ല, സഹിക്കാം. ഹായ് ഗൈസ്, കോട്ടയുടെ കവാടത്തിൻ്റെ മുമ്പിലെത്തി. ഇതുണ്ടോ ഡാഗിനിയാകുമ്പോൾ നാക്ക് നീട്ടിയിരിക്കുന്നു. എൻ്റെ മുകളിൽ വരുടെ മറ്റേ പട്ടാളത്തിൻ്റെ ഇത് മറ്റേ എന്തോ കെട്ടിലും ഡോറൊക്കെയാണ് ഇവിടെ. കുന്ന് കയറ്റോ. ഇതാണ് കൊട്ടാരം. ഇതിനെ ചവിട്ടി കയറി അങ്ങനെ തെന്നി പോയി കഴിഞ്ഞാൽ ഇവിടുന്ന് നേരെ താഴത്തോട്ട് വരും ഒറ്റയടിക്ക്. ഒരു മുട്ടൻ മല. Was ist das? Wow. Video machen? Oh, wirklich schön. Wow. Wirklich. ഭയങ്കര പോസ്റ്റ്. ഇവര് പോവാൻ വരാന്നൊക്കെ പറഞ്ഞു. ഇത് എന്തിനിവിടെ കൊണ്ടുവന്നിരുത്തിയേക്കണമെന്ന് അറിയത്തില്ല. ഇതുണ്ടോ എന്തോ ഒരു സംഭവം, വലിയ എന്തോ ഒരു ബിൽഡിങ്. അടുത്ത വലിയ എന്തോ ബിൽഡിങ്. ഇവിടെ എന്താ സംഭവം പോലും എനിക്കറിയത്തില്ല. എനിക്ക് ഇതുവരെ പിടുത്തം കിട്ടിയിട്ടില്ല സാധനം തോന്നുന്നു. വെറുതെ ഇവിടെ നിൽക്കുക. എൻ്റെ പൊന്നൊരു വെള്ളം കോരുന്ന കാണിക്കാൻ കറക്കുമ്പോഴാണ് വെള്ളം പൊങ്ങി തന്നെ. നമ്മുടെ നാട്ടിലൊന്നും നമ്മൾ കിണർ കണ്ടില്ലാത്തതുകൊണ്ട് അപ്പോൾ കറണ്ട് കിട്ടണം തിരിച്ച്. ഇത് കറക്കി കറക്കി ലൈറ്റും കത്തും. വെള്ളം കോരി മുകളിലോട്ട് എടുക്കാം. ഇതവിടെ ഉണ്ട്. അവിടെ വേറെന്തോ സാധനമുണ്ട്. അതെന്താ? അതാണ് ഇവിടുത്തെ കിണർ. ഈ സംഭവം പൊന്നെ കിണറിനൊക്കെ CCTV ക്യാമറ വെച്ച് കൊടുത്തേക്കണ്. ഇതെന്താ സാധനം? എന്തോ ഒരു വലിയ റൗണ്ടിലുള്ള സാധനം. ആൾക്കാരും നടന്ന് വെള്ളത്തിനെ മുകളിൽ കൊണ്ടുവരും. അതിൻ്റെ എന്തോ സംഭവം. ഇവിടെ അടുത്ത എന്തോ സംഭവം. ഇങ്ങനെയൊക്കെ എന്തൊക്കെയോ സംഭവങ്ങളുണ്ട് ഇവിടെ. എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. എന്താ മൈനിങ് ആണ് തോന്നുന്നു. ഇതാണ് കിണർ. നിങ്ങൾക്ക് എൻ്റെ അടിഭാഗം കാണാൻ പറ്റുന്നുണ്ടോ? അടിവെള്ളമുണ്ട്. ഇവിടെ കാണാൻ പറ്റുമായിരുന്നു കുറച്ചുകൂടെ. ഭയങ്കര കുഴി കേട്ടത്. കാണാൻ പറ്റില്ല, ക്യാമറ കാണാൻ പറ്റില്ല, പക്ഷെ നേരിട്ട് കാണാം. എന്നിട്ട് ഈ വഴി കയറി ഈ സൈഡിൽ കൂടെ പുറത്തേക്ക് ഇറങ്ങാം. അത്രേ ഉള്ളൂ.
ഓ ഇതെന്തോ വലിയ മോട്ടറാണത്. ഇലക്ട്രോ മോട്ടർ. ആ പഴയ കാലത്തെ വലിയ മോട്ടർ അത്. ഇതെന്താ കുളോ വെള്ളമാണോ? മോട്ടർ ശരിയാ. ഓ മോട്ടറിൻ്റെ ഷെഡൊക്കെ ഉണ്ട് ഇവിടെ. എന്തത് അറിയില്ല. എന്തായാലും കിണർ ഇവർ കണ്ടിട്ടില്ല, അതിൻ്റെയൊക്കെയാണിത്. കിട്ടിയില്ലം വ്യൂ. നീ ഇതിൻ്റെ ഇടയ്ക്ക് എന്തിനാ കാരണം?